ഇപ്പൊ ചേച്ചിക്ക് തൊണ്ടയിലും മുഴയായിരുന്നു അല്ലേ? എത്ര വർഷമായിട്ടുണ്ട്? ഒരു 6-7 വർഷമായിട്ടുണ്ട്. ഉണ്ട്. ഈ മുഴ ഉണ്ടതുകൊണ്ട് തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? തൊണ്ടയിൽ ഇങ്ങനെ തടസ്സം പോലെ എന്തോ ഇങ്ങനെ ചോറുമ്പിട്ടൊക്കെ ഇരിക്കണ പോലെ, തിന്നിട്ട് കഴിച്ചു കഴിയുമ്പോ എന്തോ അതായത് സാധനം ഇരിക്കണ പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. വിഴുങ്ങുമ്പോ സംസാരിക്കുമ്പോഴും തൊണ്ടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമായിരുന്നു. സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നു അല്ലേ? ഉറക്കെ സംസാരിക്കാനൊക്കെ പ്രയാസം. അപ്പൊ ബാക്കി ഇത് മൂലം വേറെ ശരീരത്തിന് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? തൊണ്ടയിലെ മാത്രമല്ലല്ലോ. നടുവേദന ഉണ്ടായിരുന്നു, മേൽ മൊത്തം നീര്, പിന്നെ മുട്ടുവേദന, കാലിൽ ഉപ്പൂറ്റിക്ക് വേദന, നടുവേദന, മൊത്തം നീർക്കെട്ടും വേദനകളുമായിരുന്നു അല്ലേ? ദേഹം മൊത്തം പ്രശ്നം. ക്ഷീണം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോ പിന്നെ ഒന്നും കൂടെ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നു. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ജോലി ചെയ്യാനൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണ സമയമാകുമ്പോഴത്തേക്ക് ശരിക്കും ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ഷുഗറൊക്കെ താന്നു പോകും. വേറെ എന്തൊക്കെയാ? നെഞ്ചിടിപ്പും കലപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇച്ചിരി ഭാരമൊക്കെ എടുത്ത് ഇങ്ങനെ കയറി വരുമ്പോ നെഞ്ചിടിപ്പും കതപ്പും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. ഗ്യാസിന്റെ പ്രശ്നങ്ങൾ? ശരിക്കും ഗ്യാസിന്റെ ഉണ്ടായിരുന്നു. നെഞ്ചിരിച്ചില് ഒക്കെ ഉണ്ടായിരുന്നു. വേറെ മനസ്സിനോ പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഇറിറ്റേഷൻ. അതിവിടെ ചോദിക്കണല്ലേ, ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. പാടായിരുന്നോ? വേറെ മുട്ടുവേദനകള് അല്ലേ? എന്നിട്ട് ഈ 5-6 വർഷവും ചികിത്സകളൊക്കെ നടത്തിയായിരുന്നോ? ഹോമിയോ മരുന്ന് കഴിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ബ്ലഡില് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് മാറി. ബ്ലഡിലെ തൈറോയ്ഡ് എനിക്ക് ഹോമിയോ മരുന്ന് കഴിച്ചപ്പോ മാറിയായിരുന്നു. ബാക്കി ബുദ്ധിമുട്ടുകളോ? അതൊന്നും മാറിയില്ല. ലാമ്പുവാലി മാത്രം നോർമലായി. അലർജി ഉണ്ടായിരുന്നു അല്ലേ? അലർജി ഉണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ഇങ്ങനെ മേല് ചൊറിഞ്ഞു പിടിക്കുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയപ്പോഴാണ് എനിക്ക് ചുമ ഇങ്ങനെ മാറാണ്ട് വന്നപ്പോ ചുമ മാറിക്കഴിയുമ്പോ എനിക്ക് മേല് ഇങ്ങനെ ചൊറിഞ്ഞടിക്കും. മേലിന്റെ ഇത് മാറിക്കഴിയുമ്പോ ചുമയ്ക്കും. മാറിയായിരുന്നു. അന്നേരമാണ് ഇത് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തൈറോയിഡിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞാണ് അങ്ങനെ തൈറോയിഡിന് ടെസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് തൈറോയിഡ് കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പൊ ഈ 6-7 കൊല്ലത്തെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിപ്പോ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പൊ 3 മാസം. 3 മാസം കഴിഞ്ഞു. 7 കൊല്ലത്തെ പ്രശ്നങ്ങൾ 3 മാസം കൊണ്ട് പോയോ? പൂർണ്ണമായിട്ടും പോയെന്ന്. ബുദ്ധിമുട്ടുകളൊക്കെ മാറി, ക്ഷീണമൊക്കെ മാറി. ഇപ്പൊ ഇങ്ങനെ അങ്ങനെ കിടക്കണ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. ജോലിയൊക്കെ ചെയ്യാം. അതുപോലെ എനിക്ക് ഉറക്കക്കുറവ് ശരിക്കും ഉണ്ടായിരുന്നു. ഉറക്കമുണ്ട്. വീടിന്റെ ഉഷ്ണം ഇങ്ങനെ ഒരു പെരയടിച്ച് മുറിയൊക്കെ അടിച്ച് വാരിക്കുമ്പോഴത്തേക്കിങ്ങനെ ഇങ്ങനെ വേർത്തിങ്ങനെ കുടുകൂടൂന്ന് ഒഴുകുമായിരുന്നു വേർപ്പ്. ഇപ്പൊ അതൊന്നുമില്ല. ശരീരത്തിന്റെ ഒക്കെ ചൂട് അതൊക്കെ കുറഞ്ഞു, ഉഷ്ണമൊക്കെ കുറഞ്ഞു. തൊണ്ടയുടെ മുഴയോ ഇപ്പൊ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ? മഴ നന്നായിട്ട് ചുരുങ്ങി. കഴുത്തിന്റെ വണ്ണമൊക്കെ ഇങ്ങനെ ശരിക്കും കുറവായി. ഈ തൈറോയ്ഡ് രോഗി വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പ്രശ്നമല്ലേ? എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ ചേട്ടൻ? കാര്യങ്ങളൊന്നും ഓടിയല്ല. ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ടോ? സർവ്വപണിയും ചെയ്യാൻ പറ്റും. മാനസികമായ ബുദ്ധിമുട്ടൊക്കെ മാറി. ഗ്യാസ് നാട്ട് കുറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞു. ഗ്യാസിന് ഇടിക്കണായിരുന്നു അല്ലേ? ഇടിക്കണം. പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇടിക്കണ്ട, ആ ജോലി പോയി. ഓക്കെ. അപ്പൊ സന്തോഷം. എല്ലാ പ്രശ്നങ്ങളും മാറിയല്ലോ. അലർജി ഒക്കെ പോയില്ലേ? പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ.